എണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് എണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഒഴിക്കുന്നുള്ളൂ. തുടങ്ങി ഞാൻ കായത്തിൻ്റെ 2 കഷ്ണം അതിൻ്റെ അകത്ത് ഇടുകയാണ്. കായം അതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കണ്ടല്ലോ, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്, കണ്ടോ, ഇഞ്ചിയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവോള, 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എല്ലാം കൂടി ഇല്ലാത്തതാണ്. കണ്ടോ, ഇതിട്ടുകൊണ്ട് ഇതൊന്ന് ആകാനായിട്ട് അതൊന്ന് വഴന്ന് വരണം, എന്നാലേ പറ്റത്തുള്ളൂ. അതൊന്ന് ഇളക്കിയും കൊടുക്കണം. അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഈ സവോള ചെയ്യുമ്പോൾ നന്നായിട്ട് അത് ആദ്യമേ അതെല്ലാം തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകും. അതിനുശേഷം അരിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് കഴുകുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇത് വഴന്ന് കിട്ടും. വളരെ എളുപ്പമുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും സവോള വഴറ്റിയതും അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം വഴന്ന് കഴിഞ്ഞു കേട്ടോ, നന്നായിട്ട്. അപ്പോൾ അത് വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാനിത് കറിവേപ്പില ഞാൻ അങ്ങോട്ട് ഇടുക ഉണ്ടല്ലോ. കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് ഇളക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഇളക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് ഉലുവ വറുത്തത്, ഇത് കണ്ടോ, ഉലുവ വറുത്തത് ഇട്ടിടുക. വറുത്ത് പൊടിച്ചതാണത്. അതിന് ശേഷം പൊടികളായിട്ടുള്ളത് ഇവിടെ നോക്കി, നമ്മളിതിനകത്ത് നോക്കിയാൽ കാണാം. ഞാൻ കുരുമുളക്, ഇതിനകത്ത് എന്തൊക്കെയാണെന്നറിയാം, കുരുമുളക് കുറച്ചെടുത്തിട്ടുണ്ട്, ഇച്ചിരി ജീരകം എടുത്തിട്ടുണ്ട്, കടുക് 2 ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കടുക് പൊട്ടിക്കുന്നതിന് പകരം ഞാൻ കടുക് അങ്ങ് പൊടിച്ചെടുത്തതാണ്, ഇടിച്ച് പൊടിച്ചെടുത്തത്. അത് 3 കൂടെ ഉള്ള പൊടിയാണിത്. അങ്ങോട്ട് ഇടുന്നു. അതിന് ശേഷം ഇത് കണ്ടോ, ഈ സ്പൂണ് കണ്ടോ, ഈ സ്പൂണിൻ്റെ ഇതിലിരിക്കുന്ന സ്പൂണിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന അത്രയും മഞ്ഞളും പിന്നെ മുളകും മല്ലി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളകും മല്ലിയും മല്ലിപ്പൊടി എടുത്തിരിക്കുന്നു. അതും അതിനകത്തോട്ട് അങ്ങിടുക. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. അത് അവനവൻ്റെ എത്ര എരിവ് വേണം, എത്ര മാത്രം ഇത് വേണമെന്നുള്ളത് അവനവനാണ് തീരുമാനിക്കുന്നത് കറിക്ക്. അപ്പം എനിക്കിച്ചിരി കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത്രയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് വേണ്ടുന്ന പുളി ഞാൻ സംസ്കരിച്ചെടുത്ത പുളി, ഇതിനകത്ത് ഉപ്പ് ചേർന്നതാണ്. അതുകൊണ്ട് ഉപ്പ് ചേർന്നതുകൊണ്ട് ഒത്തിരി ആദ്യമേ ഉപ്പ് ഇടല്ലേ, അതുകൊണ്ട് ഈ പുളി കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുന്നു. ഇതിൻ്റെ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതങ്ങ് വഴറ്റിയെടുക്കുക. ഇതാണ് അടുത്ത സ്റ്റെപ്പായിട്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ വഴന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുക, ചേർക്കുക. ഇത്രയും വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്തൊക്കെ കുറവുണ്ടോ അതെല്ലാം നമ്മളിതിൻ്റെ അകത്ത് ചേർക്കുമേ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് ഞാനിത് ഇപ്പം കിട്ടുന്ന മീനിൻ്റെ ക്വാളിറ്റി അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ച് മീൻ ഞുറുക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ അകത്തൂടെ അങ്ങ് ചേർക്കുക. കണ്ടോ,
ഇതിനകത്തോട്ടങ്ങ് ചേർക്കും. അപ്പോൾ ഈ മീൻ ഇവിടെ ഇരുന്നങ്ങ് സാവകാശം വെന്ത് എല്ലാം ആയി വരട്ടെ. അപ്പോൾ ഇതാണ് മീനിൻ്റെ കറിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതും വേറെ ഒരു ചക്ക വേവിച്ചതും കൂടാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഞാൻ ഓർത്തോന്നു ഇതിൻ്റെ അകത്ത് ഇനി വേറെ ഒന്നുമില്ല, ഇനി എണ്ണ അധികമായിട്ട് ഒഴിക്കുന്നില്ല. വേണമെങ്കിൽ ഒഴിക്കാം, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെ ഏത് എണ്ണയാണ് ഇഷ്ടം അത് ഒഴിക്കാം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഉപ്പ് വേണം, ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ കുറവുണ്ടെങ്കിൽ മാത്രം അവസാനം ഉപ്പ് ചേർക്കുന്നതായിരിക്കും. കല്ലുപ്പ്, തേങ്ങ, ഒരു മുറി തേങ്ങ, കറിവേപ്പില, ചെറുള്ളിയില്ല, സവോള 2 എടുത്തിരിക്കുകയാണ്, വെളുത്തുള്ളിയാണ് കണ്ടോ. പിന്നെ ഇവിടെ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത്. അടുത്തത് നല്ല ജീരകമാണ്. പിന്നെ മഞ്ഞൾ പൊടിയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് കല്ലിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. സാധാരണ നമ്മൾ ചക്ക അരിഞ്ഞാണ് എടുക്കുന്നത്. ചുളയെല്ലാം അതിൻ്റെ കുരുവെല്ലാം മാറ്റി ചകിണിയെല്ലാം മാറ്റി നമ്മൾ അരിഞ്ഞാണ് ഒതുക്കിയാണ് എടുക്കുന്നത്. അത് ഒത്തിരി ആളുണ്ടെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യത്തുള്ളൂ. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇത് ഒരുക്കി ചുള മാത്രം എടുക്കത്തുള്ളേ. കുരുവൊക്കെ മാറ്റി ചകിണിയെല്ലാം മാറ്റി ചുള മാത്രം മുഴുവൻ ചുളയായിട്ട് വേവിക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ചക്കയാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഉണ്ടോ ഭയങ്കര പൊക്കത്തിൽ നിന്ന് വീണതായതുകൊണ്ട് ഇങ്ങനെ മണ്ടയില്ല, ഏറ്റവും മണ്ടയ്ക്കാണ്. അപ്പോൾ അവിടെ നിന്ന് വീണാണ് ഇത് പൊട്ടിച്ചതിരി കിടക്കുന്നത്. പിന്നെ അതിൽ നിന്ന് കൊള്ളാവുന്നത് നമ്മൾ എടുക്കുകയാണ്. ഇതിൻ്റെ ഇത് മതിയാവും. ഇതാണ് അപ്പച്ചെമ്പിൻ്റെ അകത്ത്. ഈ അപ്പച്ചെമ്പിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്നത് കട്ടി കൂടിയ പാത്രം വേണം. നല്ല പാത്രത്തിൽ നല്ല ഉൾക്കട്ടിയും അടി കട്ടിയും ആയിട്ടുള്ള പാത്രത്തിൽ വെക്കണമേ. പിന്നെ ഇത് അരക്കൊക്കെ കഴുകി കളയാൻ വേണ്ടിയുള്ളത്, അരക്കുണ്ടെങ്കിൽ ആ കഴുകാനായിട്ട് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കൈയൊക്കെ ഒന്ന് മുക്കി വെച്ചൊക്കെ കഴിയുമ്പോൾ അരക്ക് പിടിക്കുകയില്ലെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ ചക്ക നമ്മൾ മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ കുരുവെല്ലാം മാറ്റി മുഴുവനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അരിയാണെങ്കിൽ ഇച്ചിരി വൃത്തിയാകും എന്നുള്ളതേ ഉള്ളൂ. ആൾ കാണണം, അരിയാനും എടുക്കാനും എല്ലാം ഒരാളെ കൊണ്ട് തന്നെ എല്ലാം പറ്റുകയില്ല, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെയും ചെയ്യാം. അതായത് മടിയുള്ളവർക്കും ചക്ക അടത്തി പെറുക്കി ഒരുക്കി അരിയാനൊക്കെ മടിയുള്ളവർക്കൊക്കെ ഈ മാതൃക പിന്തുടരാവുന്നതാണ്. അതുകൊണ്ടൊന്നും തോന്നണ്ട. ഇത് കണ്ടോ, ഇത് കല്ലിൽ ഒന്ന് ഒതുക്കിയെടുത്ത അരപ്പാണ്. അരപ്പ് മൊത്തമായിട്ട് ഇതിനകത്ത് അങ്ങ് ഇടുകയാണ്. അതോടൊപ്പം ഇത്രയും വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ അവിടെ അങ്ങ് ചേർക്കുകയാണ്. ഇതിവിടെ ചേർത്ത് ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് അടയ്ക്കുന്നു. കണ്ടോ, ഇത് കണ്ടോ മുഴുവനായിട്ട് ഇട്ട ചക്കയാണ്. അതിപ്പം ബന്ധു ഇത് തുടുപ്പാണ്. ഇത് ഇളക്കാനുള്ള തുടുപ്പാണ്. ഇതിങ്ങനെ ഇളക്കും. കണ്ടോ, ഇങ്ങനെ ഇളക്കുന്നതാണ്. ഞാൻ ഇളക്കിയിട്ട് കാണിക്കാം. ഇതാണ് ചക്ക. കണ്ടോ, മുഴുവനായിട്ടിട്ട് വേവിച്ചപ്പോഴും ഇച്ചിരി വേവ് കാണിക്കുന്നുണ്ട്. അപ്പം വെള്ളമൊക്കെ ആവശ്യത്തിന് എടുത്തോണം, പരുവത്തിന് എടുത്തോണം എല്ലാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടാനാണ് ഇത് മീൻ കറി. കണ്ടോ, ഇതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. മനസ്സിലായോ? ഇങ്ങനെ മുഴുവനാക്കി ചുള കിട്ടുമെന്ന് പറഞ്ഞാലും മണ്ടത്തരമൊന്നുമല്ല. തുടുപ്പ് വെച്ച് കുഴച്ചെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽസ് ആൻഡ് സപ്പോർട്ടിങ്.